Welcome you all to my teacher YouTube channel. So today in this session we are continuing with the 10th class physics Kerala syllabus 10th class physics. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ തേർഡ് ക്ലാസ് ആണ്. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വിത്തൗട്ട് വേസ്റ്റിംഗ് ദ ടൈം. ഡയറക്റ്റ്ലി വി ആർ സ്റ്റാർട്ടിങ് ഇറ്റ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പാർട്ട് വരെ ഈ ഒരു ടേബിളൊക്കെ ഫില്ല് ചെയ്ത് ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പറയാനുള്ളത് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട്. സോ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സർക്യൂട്ടിൽ രണ്ട് തരത്തിൽ റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റർ 1 R1 റെസിസ്റ്റർ 2 ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. കാര്യം ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് ഇതിലേക്കൂടെ കടന്നിട്ട് ഇവിടെ വരും. അതേ സമയത്ത് സെക്കൻഡ് ഒരു കണക്ഷൻ ഉണ്ട്, അതിനെ പാരലൽ കണക്ഷൻ എന്ന് പറയും. സോ arrangement of resistors in a circuit, it could be a serial connection or it could be parallel connection. So parallel connection ആത്ത് ഇങ്ങനെ വന്നിട്ട് റെസിസ്റ്റർ R1 റെസിസ്റ്റർ R2 ബാക്കി സർക്യൂട്ട് എല്ലാം സെയിം ആയിരിക്കും. R1 R2 ഇവിടെ വരുന്ന കറണ്ടിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ വഴി പോകാം, ഒന്നുകിൽ ഈ വഴി പോകാം. ഇവിടെ വന്ന് മെർജ് ചെയ്തിട്ട് അവൻ തിരിച്ച് ഇവിടെ വരും. എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ റെസിസ്റ്റേഴ്സിനകത്തുള്ളത്, എത്രത്തോളം കറണ്ട് പാസ് ചെയ്യും, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? സോ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട്, അതിനവരൊരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, so two different circuits which can be constructed using the 6 volt 2 ampere battery. So 6 volt 2 ampere battery ആണിത്. സോ ഈ ബാറ്ററി വെച്ച് ഒരു സർക്യൂട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് 3 വാട്ടിൻ്റെ, അതായത് 6 വോൾട്ട് 3 വാട്ട് 6 വോൾട്ട് ബൾബ് രണ്ടെണ്ണം ഉണ്ട്. ബൾബ് B1 ബൾബ് B2. സോ ബൾബ് B1 B2 സെയിം ആണ്. സോ 6 വാട്ടിൻ്റെയാണ്, 3 വാട്ടിൻ്റെയാണ്, 6 വോൾട്ടിൻ്റെ ബൾബാണ് രണ്ടും. ഓക്കെ, സോ കൺസ്ട്രക്ട് ദി സർക്യൂട്ട് ആൻഡ് ഓപ്പറേറ്റ് ഇറ്റ്. ഇതെന്ന് പറയുന്ന ഒരു സ്വിച്ചാണ്, ഓണും ഓഫും. നമ്മളിത് ഓൺ ആക്കുമ്പോൾ ബൾബ് B1 കത്തും, ബൾബ് B2 കത്തും. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേറൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, 1.4b എന്ന് പറയുന്നത്. അതിനകത്ത് ഈ രണ്ട് ബൾബും കണക്ട് ചെയ്തിരിക്കുന്നത് സീരിയലായിട്ടാണ്. സോ ഇവിടെ ഈ രണ്ട് ബൾബും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ആ രണ്ട് ബൾബും കണക്ട് ചെയ്തിരിക്കുന്നത് സീരിയലായിട്ടാണ്. ബൾബ് B1 ബൾബ് B2 സെയിം സർക്യൂട്ടാണ്, സെയിം 6 വോൾട്ട് 2 ആംപിയറിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ചോദ്യം വരുന്നു, ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി? സോ ബൾബ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയോടുകൂടി കത്തുന്നത് ഏതിനകത്തായിരിക്കും? അത് 1.4Aയ്ക്കകത്താണോ 1.4Bയ്ക്കകത്താണോ? സോ നമുക്കറിയാം 1.4Aയ്ക്കകത്തായിരിക്കും ബൾബ് നല്ല പ്രകാശത്തോടു കൂടി ആക്ച്വലി കത്തുന്നത്. വൈ ഞാൻ പറയാം. ആദ്യം ഈ 2-3 ചോദ്യം നോക്കാം നമുക്ക്. റിമൂവ് 1 ബൾബ് ഫ്രം ഈച്ച് സർക്യൂട്ട്. സോ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു ബൾബ് എടുത്തങ്ങ് മാറ്റിയേരെ, ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ബൾബ് എടുത്തങ്ങ് മാറ്റിയേരെ. ഓരോ സർക്യൂട്ടിൽ നിന്ന് ഓരോ ബൾബ് മാറ്റി നോക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? സോ ഫിഗർ 1.4Aയിൽ ഞാൻ സപ്പോസ് B2 എന്ന് പറയുന്ന ബൾബ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബൾബ് B1 കത്തും. കാര്യം എന്തുവാ? സർക്യൂട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. അവൻ ഇവിടെ വരും, ഇതിലേക്കൂടെ വരും, ഇവിടെ കയറും, ഇത് തിരിച്ച് വരും. ഇനി ഞാൻ B1 റിമൂവ് ചെയ്യണമെങ്കിൽ B2 കത്തും. കാര്യം കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് സർക്യൂട്ട് ഉണ്ട്. സോ 1.4Aയ്ക്കകത്ത് ഏത് ബൾബ് ഞാൻ റിമൂവ് ചെയ്യുന്നു, അനദർ ബൾബ് ദ അതർ ബൾബ് കണ്ടിന്യൂസ് ടു ഗ്ലോ. സോ 1.4Aയ്ക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം ദ അതർ ബൾബ് continues to glow. ഓക്കെ, 1.4Bക്കകത്തോ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്താണെന്ന് പറയുന്നത്, ഈ ബൾബാണ് ഈ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ആക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻ്റ് സ്പോട്ടാണ്. അവിടെ നിങ്ങളൊരു ബൾബ് ഇടുമ്പോൾ അവൻ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്തൂടെ കറണ്ട് കടന്നുപോയി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ B1 മാറ്റിയാലും B2 മാറ്റിയാലും ഈ സർക്യൂട്ട് ഫുള്ള് ഓഫ് ആകുകയാണ് ചെയ്യുന്നത്. സോ B2 ഈ 1.4Bക്കകത്ത് നിങ്ങളൊരു ബൾബിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ദ അതർ ബൾബ് ഡസ് നോട്ട് ഗ്ലോ. ദി other bulb
does not glow. Okay, why do the bulbs in figure 1.4a glow with maximum brightness? So ഇവിടെ നമ്മൾ ഫസ്റ്റ് ചോദ്യം ചോദിച്ചു വരുന്നു, ഏത് ഫിഗറിനകത്താണ് ബൾബ് മാക്സിമം ബ്രൈറ്റ്നസിനോട് കൂടി കത്തുന്നത്? 1.4a ആണോ 1.4b ആണോ എന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു 1.4a ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് ബൾബിനും 6 വോൾട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. സോ യു ക്യാൻ റൈറ്റ് ബിക്കോസ് both the bulbs got a potential difference of 6 volt, but in figure 1.4b potential difference get divided. സോ ഇതിനകത്ത് നിങ്ങൾ 3 വാട്ടിൻ്റെ B1 എടുത്താലും B2 എടുത്താലും രണ്ടിനും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും കിട്ടുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ വെച്ച് രണ്ടു പേർക്കും കട്ട് ചെയ്ത് കൊടുക്കപ്പെടും. ദാറ്റ്സ് വൈ ഈ രണ്ടാമത്തെ അതിനകത്ത് ബൾബ് അത്രയും കത്താത്തത്. ഓക്കെ, സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലിയർ ആയി കാണത്തില്ല. അത് നമ്മൾ ബാക്കി ഈ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ ഈ ഒരു പിക്ചറും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഡിവൈഡ് ആവുന്നതിനൊക്കെ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഡ്രോ എ സ്യൂട്ടബിൾ സർക്യൂട്ട് വിത്ത് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ ഇൻ ദ സർക്യൂട്ട്, റീപ്ലേസിങ് ദ ബൾബ്സ്. കഴിഞ്ഞതിനകത്ത് നമ്മൾ ബൾബാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ റെസിസ്റ്റർ ഡയറക്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. 1 ഓമിൻ്റെയും 2.2 ഓമിൻ്റെയും റെസിസ്റ്റർ. സോ 1 ഓമിൻ്റെ റെസിസ്റ്റർ, 2.2 ഓമിൻ്റെ റെസിസ്റ്റർ, അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്. Compare the circuit you have drawn with the one given below. The construct it properly, record the reading in the table. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റ് തന്നെ നമ്മൾ പുതിയൊരു രീതിയിൽ റീഇൻവെൻറ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇരിക്കുന്നതാണ് അമ്മീറ്റർ. ഇതിനകത്ത് 2 വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്, V1ഉം V2. 2 വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഈ സർക്യൂട്ട് മേക്ക് ചെയ്തിരിക്കുന്നത്? ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? സീരീസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. കാര്യം റെസിസ്റ്റർ R1 റെസിസ്റ്റർ R2 രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആൾറെഡി ഞാൻ പറഞ്ഞു, സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്തു പോകും. ആ രണ്ടിൻ്റെയും വോൾട്ടേജ് അറിയാനാണ് നമ്മൾ ഇവിടെ ഒരു വോൾട്ട് മീറ്ററും ഇവിടെ ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വോൾട്ട് മീറ്ററിനകത്ത് നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് ടോട്ടൽ വോൾട്ടേജ് നമുക്ക് കിട്ടും. സോ V1ലും V2ലും ഇതിൻ്റെ ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിന് കിട്ടുന്നത് നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ ബൾബ് യൂസ് ചെയ്തു, സോ ബൾബിന് യൂസ് ചെയ്തത് കിട്ടും. ഇവിടെ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ഇതിനകത്ത് ടോട്ടൽ വോൾട്ട്, അതായത് ഈ സർക്യൂട്ടിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടോട്ടൽ എഫക്റ്റീവ് വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അമ്മീറ്റർ ഉണ്ട്, അതായത് ഈ സർക്യൂട്ടിനകത്ത് പോകുന്ന കറണ്ട് എത്രയാണെന്ന് അറിയാം. ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ഒരു 3 വാട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. ക്ലിയർ? ഇനി രണ്ടാമത്തെ സർക്യൂട്ടിനകത്ത് പാരലൽ ആയിട്ടാണ് സർക്യൂട്ടിനകത്ത് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? ഒരെണ്ണത്തിനകത്ത് സീരീസ് ആയിട്ടാണ്, സെക്കൻഡ് വണ്ണിനകത്ത് പാരലൽ, PARLL. ഓക്കെ, സോ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ റെസിസ്റ്റർ R1 ഉണ്ട്, റെസിസ്റ്റർ R2 ഉണ്ട്. ആൾറെഡി ഞാൻ പറഞ്ഞു പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് റെസിസ്റ്ററിനും, സർക്യൂട്ടിനകത്തുള്ള 2 റെസിസ്റ്ററിനും സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു വോൾട്ട് മീറ്റർ മാത്രമേ ഇവിടെ യൂസ് ചെയ്തുള്ളൂ. ഇവിടെ 1, 2, 3 വോൾട്ട് മീറ്റർ നമ്മൾ യൂസ് ചെയ്തു, ഇവിടെ ഒരെണ്ണം മതി. പക്ഷേ ഇവിടെ കറണ്ട് സെയിം ആണ്, അതുകൊണ്ടാണ് ഒരു അമ്മീറ്റർ യൂസ് ചെയ്ത്. പക്ഷേ ഇവിടെ കറണ്ട് ഡിഫറൻ്റ് ആണ്, അതുകൊണ്ടാണ് അമ്മീറ്റർ 2 A1 A2 നമ്മൾ യൂസ് ചെയ്തത്. വോൾട്ടേജ് അറിയാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. ഓക്കെ, ഈ സർക്യൂട്ടിൻ്റെ മൊത്തം കറണ്ട് അറിയാൻ വേണ്ടി വേറൊരു അമ്മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വോൾട്ട് മീറ്റർ നിങ്ങൾ യൂസ് ചെയ്തു, ഇവിടെ 3 അമ്മീറ്റർ യൂസ് ചെയ്തു, ഇവിടെ 1 അമ്മീറ്റർ യൂസ് ചെയ്തു, ഇവിടെ 1 വോൾട്ട് മീറ്ററാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഇതിനകത്ത് ഒരു ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്. 1 സെക്കൻഡ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇതിനകത്തൊരു ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നമുക്കത് ഫില്ല് ചെയ്യേണ്ടത് 2.2 ഓം, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ വോൾട്ടേജ് ഒബ്റ്റെയിൻഡ് ഇൻ ദ റെസിസ്റ്റർ,
സോ 2.2 എന്ന് പറയുന്ന ഓം ഉള്ള റെസിസ്റ്ററിനകത്ത് എത്ര വോൾട്ടേജ് V1, 1 ഓമിനകത്ത് V2-നകത്തുള്ളത്, എഫക്റ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ്, ഇത് മൂന്നും നമുക്ക് എഴുതണ്ടേ. അതായത് ഇതിനകത്ത് V1 എഴുതണം, V2 എഴുതണം, എഫക്റ്റീവ് വോൾട്ടേജ് V എഴുതണം. അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനകത്ത് V1 എഴുതണം, V2 എഴുതണം, V എഴുതണം. പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് V1-ഉം V2-ഉം. നമുക്കറിയാം V1-ഉം V2-ഉം സെയിം ആണ്. അതുകൊണ്ടാണ് അവിടെ സെപ്പറേറ്റ് ആയിട്ട് വോൾട്ട് മീറ്റർ നമ്മൾ കൊടുക്കാഞ്ഞത്. സോ V1, V2, V എഴുതണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് അടുത്ത കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് കറണ്ടാണ്, കറണ്ട് ഇൻ ദ റെസിസ്റ്റർ. സോ ഇതിനകത്ത് വോൾട്ടേജ് V1 ആണ്, അപ്പോൾ അതിനകത്ത് പോകുന്ന കറണ്ട് I1. ഇതിനകത്ത് വോൾട്ടേജ് V2 ആണെങ്കിൽ കറണ്ട് I2. ഇതിനകത്ത് എഫക്റ്റീവ് വോൾട്ടേജ് V ആണെങ്കിൽ എഫക്റ്റീവ് കറണ്ട് നമുക്കറിയണം. സോ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് എത്രയാണ്, അല്ലാതെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് റെസിസ്റ്റർ 1-നകത്ത് എത്രയാണ്, റെസിസ്റ്റർ 2-നകത്ത് എത്രയാണ്, എഫക്റ്റീവ് എത്രയാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് അറിയാം, ആൾറെഡി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു അമ്മീറ്ററേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും. ഇതും സെയിം ആയിരിക്കും. ഇവിടെ ഇതും സെയിം ആയിരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സർക്യൂട്ടിനകത്ത് അമ്മീറ്ററും വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഫറൻസ് കാണും. അതുകൊണ്ടാണ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഡിഫറൻ്റ് ആണ്. സോ I1-നകത്ത് എത്ര കറണ്ട് വരുന്നു, I2-നകത്ത് എത്ര കറണ്ട് വരുന്നു, എഫക്റ്റീവ് I എത്ര വരുന്നു നോക്കണം. ഇനി നമ്മളുടെ ഇൻഫറൻസ് എഴുതണം. ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ. സോ ഇവിടെ ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം. ഓക്കെ, ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഈ ബോക്സ് ഫില്ല് ചെയ്യുകയാണ് നമ്മളുടെ മെയിൻ പരിപാടി. ഇനി ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മളുടെ കയ്യിൽ വോൾട്ടേജ് ഉണ്ട്, നമ്മളുടെ കയ്യിൽ റെസിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ടേബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫുൾ ഉപയോഗിക്കുന്ന അതാണ്. ഇനി നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഒന്നെന്ന് പറയുന്നത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് സെയിം ആണ്. സോ ടോട്ടൽ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയാം. ടോട്ടൽ വോൾട്ടേജ് ഓക്കെ. സോ ഇവിടെ വോൾട്ടേജ് വരുന്നത് ഫിഗർ 1-നകത്തും 3 വോൾട്ടാണ്, ഫിഗർ 1-നകത്തും 3 വോൾട്ടാണ്, ഫിഗർ 2-നകത്തും 3 വോൾട്ടാണ്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വോൾട്ടേജ് സെയിം ആണ്. സോ ഇവിടെയും 3 വോൾട്ട് വരും, ഇവിടെയും 3 വോൾട്ട് വരും, എഫക്റ്റീവ് ആയിട്ടുള്ളതും 3 വോൾട്ട് വരും. അത് പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകതയാണ്. സോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും 3 വോൾട്ട്, എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യം, ഇത് മൂന്നും സെയിം ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് അതായത് കറണ്ട്. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു അമ്മീറ്ററേ ഉള്ളൂ. കാര്യം അവിടെ I1-ഉം I2-ഉം ടോട്ടൽ Iയും സെയിം ആണ്. സോ അവിടുത്തെ I എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കുണ്ട്. അതിനകത്തെ I കണ്ടുപിടിക്കണം. V എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ നമ്മൾ കൂട്ടണം. ശരിയല്ലേ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ നമ്മൾ കൂട്ടണം. സോ V എന്ന് പറയുന്നത് IR ആണ്. സോ V 3 വോൾട്ട് ആണെന്ന് നമുക്കറിയാം. സോ V ഈസ് ഈക്വൽ ടു 3 ആണെന്ന് നമുക്കറിയാം. ഒന്ന് I നമുക്ക് അറിയില്ല, റെസിസ്റ്റൻസ് നമുക്കറിയാം. സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2.2 പ്ലസ് 1 ടോട്ടൽ റെസിസ്റ്റൻസ് 3.2 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് കണ്ടെത്താൻ പറ്റും. I ഈസ് ഈക്വൽ ടു V/R ആണ്. V 3 ആണ്. 3/3.2. 3/3.2 എന്ന് പറയുന്നത് 0.937 ആണ്. സോ 0.94 എന്ന് നിങ്ങൾക്ക് എഴുതാം I. 0.94 എന്ന് നിങ്ങൾക്ക് എഴുതാം I. സോ ഇത് മൂന്നും ഒന്ന് തന്നെ ആയിരിക്കും. ഇത് മൂന്നും 0.94, 0.94. ഇവിടുത്തെ ആംബിയർ ആണ് ഇവിടുത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. കാര്യം കറണ്ട് അല്ലേ, ആംബിയർ. സോ 0.94 ആംബിയർ, 0.94 ആംബിയർ, 0.94 ആംബിയർ. ഇവിടെ വോൾട്ടേജ് സെയിം ആയതുകൊണ്ടാണ് 3 വോൾട്ട് എന്ന് പറയുന്നത്.
ഇവിടെ ബാറ്ററിയുടെ കപ്പാസിറ്റി മാറിയെന്ന് വെച്ചോ, ഇവിടെ 3 വോൾട്ടിന് പകരം 6 വോൾട്ട് ആവുകയാണെന്ന് വെച്ചോ, അതിനനുസരിച്ച് റീഡിങ് മാറും. 3 വോൾട്ടിന് പകരം 6 വോൾട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് റീഡിങ് മാറും. ഓക്കെ, ഇവിടെ ബാറ്ററി 3 വോൾട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നത്. ഒരിക്കലും ഇത് കണ്ട് അതുപോലെ ആൻസർ എഴുതി വെച്ച് കളയരുത്. ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കണം. വോൾട്ടേജ് 3 ആണെങ്കിൽ 3 വെച്ച് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണം, 6 ആണെങ്കിൽ 6 വെച്ച്. സോ ആൾറെഡി ഞാൻ പറഞ്ഞു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനകത്ത് കറണ്ട് സെയിം ആയിരിക്കും. അത് റെസിസ്റ്റർ 1 എടുത്താലും റെസിസ്റ്റർ 2 എടുത്താലും ടോട്ടലി ഉള്ള കറണ്ട് നോക്കിക്കാലും കറണ്ട് സെയിം ആയിരിക്കും. സോ V = IR ഉണ്ട്. V എന്ന് പറയുന്നത് 3 വോൾട്ട് ആണെന്ന് എനിക്കറിയാം. R എന്ന് പറയുന്നത് 2.2 + 1 ആണെന്ന് എനിക്കറിയാം. സോ 3.2 ആണ്. സോ I 3/3.2. സോ ടോട്ടലി I 0.94 ആംപിയർ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ദാറ്റ്സ് വൈ നമ്മൾ ഈ ബോക്സിനകത്ത് ഈ 3 എണ്ണവും ഫില്ല് ചെയ്തു, ഇവിടെ 3 എണ്ണവും ഫില്ല് ചെയ്തു. ഇനി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. സോ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെയിം മെത്തേഡാണ് നമ്മൾ വോൾട്ടേജിന് ഉപയോഗിക്കുന്നത്. സോ V = IR. സോ IR, V = IR ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി. മനസ്സിലാവുന്നോ? സോ V = IR വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. 2 മെത്തേഡുണ്ട്, ഒന്ന് ഞാൻ പറയാം. ഇവിടെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ I എന്ന് പറയുന്നത് 0.94 ആണ് നമുക്കറിയാം. 0.94 × R, റെസിസ്റ്റൻസ് 2.2 ആണ്. സോ 2.2 ആണ്. സോ 0.94 × 2.2 നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.06 കിട്ടും. 2.06 ആണ് ആൻസർ. മനസ്സിലാവുന്നോ? 2.06. സോ ഞാൻ അത് മായ്ച്ചിട്ട് 2.06 എന്ന് എഴുതട്ടെ ഇവിടെ. അത് മൊത്തം എഴുതണോ? V1 = I1 R1 ആണ്. I1 എന്ന് പറയുന്നത് നമുക്കറിയാം 0.94 ആണ്. ഇൻറ്റു R1 എന്ന് പറയുന്നത് 2.2 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 2.06 കിട്ടും. സോ ഇത് 2.06 ആണ്. എഫക്റ്റീവ് വോൾട്ടേജ് എനിക്ക് എത്രയാണെന്നറിയാം. കാര്യം എന്തുവാ? ടോട്ടൽ വോൾട്ടേജ് 3 വോൾട്ട് ആണ്. സോ എഫക്റ്റീവ് വോൾട്ടേജ് 3 വോൾട്ട് ഉണ്ട്. അപ്പോൾ 3-കകത്ത് 2.06 ഇവിടെ പോയി കഴിഞ്ഞാൽ 3 - 2.06 ചെയ്താൽ എനിക്കിത് കിട്ടും, ഒന്നാമത്തെ മെത്തേഡ്. സോ 3ൽ നിന്ന് 2.06 വോൾട്ടേജ് കുറച്ചാൽ എനിക്കിത് കിട്ടും, ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ സെയിം എനിക്ക് ഉപയോഗിക്കാം. V2 = I2 R2. I2 എന്ന് പറയുന്നത് എത്ര? 0.94 ആണ്. സോ 0.94 ആണ് ഇൻറ്റു R2 എത്ര? 1 ആണ്. സോ ദാറ്റ് ഈസ് 0.94 വോൾട്ട്. ഫൈൻ. സോ എഫക്റ്റീവ് ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് 2.06 കിട്ടി, ഇവിടെ 0.94 കിട്ടി. സോ 2 മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് കറണ്ട് നമ്മൾക്കുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം കണ്ടുപിടിക്കാം. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ എഫക്റ്റീവ് വോൾട്ടേജ് 3 വോൾട്ടിൽ നിന്നും അത് കുറച്ചാൽ മതി. കാര്യം 3 വോൾട്ടാണ് ബാറ്ററി, ടോട്ടൽ അതേ വരും. സോ ഇവിടെയും എഫക്റ്റീവ് 3 വോൾട്ട് തന്നെ ആയിരിക്കണം വരുന്നത്. ഓക്കെ, ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ കറണ്ടിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലെന്ന് വെച്ചോ, അന്നേരം നിങ്ങൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്? അതിന് ഞാനൊരു മെത്തേഡ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോണം. ഞാൻ ഒരു പ്രാവശ്യം പറയും അത്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതിന് വോൾട്ടേജ് ടോട്ടലായിട്ട് 3 വോൾട്ടേജാണ് ഉള്ളതെന്ന് മനസ്സിലായി. ടോട്ടൽ 3 വോൾട്ടേജ്. സോ ഈ 3 വോൾട്ടേജ് ഈ 2 റെസിസ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കും, ചെയ്തെടുക്കും. സോ ഈ 2 റെസിസ്റ്റർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഡിവൈഡിങ് ഇൻ ദെയർ ഓൺ റേഷ്യോ. സോ 2.2 ഓമിൻ്റെ റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. 1 ഓം അവൻ്റെ റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ 3 വോൾട്ടിനെ നിങ്ങൾ 2.2 + 1 3.2 ആക്കി ഡിവൈഡ് ചെയ്യുമെന്ന് വെച്ചോ. സോ 3 / 3.2. 3.2 നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയേ? 3.2 കിട്ടിയത് ടോട്ടൽ റെസിസ്റ്റൻസ് 2.2ഉം 1ഉം കൂടെ കൂട്ടിയതാണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.2 ആണ്. സോ ഇതെന്ന് പറയുന്നത് എനിക്ക് 0.94 കിട്ടും. അതായത് 0.94ൻ്റെ റേഷ്യോസിലായിരിക്കും ഇവന്മാർ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ 0.94 × 1 ഗുണിക്കുക, ഇത് കണ്ടുപിടിക്കാൻ 0.94 × 2.2 കണ്ടുപിടിക്കുക. സോ 0.94 × 2.2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2.06 കിട്ടും, ഇവിടെ 0.94 കിട്ടും. മനസ്സിലായോ? സോ ടോട്ടൽ വോൾട്ടേജിനെ ഈ റെസിസ്റ്റേഴ്സ് അവൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്.
ആ കൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് ഇവന്മാരുടെ ഇൻഡിവിജ്വൽ V1ഉം V2ഉം കിട്ടി. നിങ്ങൾക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ I1ഉം I2ഉം അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ V ഈസ് ഈക്വൽ ടു IR ആണ്. സോ I1 എന്ന് പറയുന്നത് V1 ഡിവൈഡ് ബൈ R1ഉം I2 എന്ന് പറയുന്നത് V2 ഡിവൈഡ് ബൈ R2 ആണ്. സോ V1 എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിലൂടെ, റേഷ്യോ മെത്തേഡിലൂടെ നിങ്ങൾ കണ്ടുപിടിച്ചു 2.06 ആണ്. R1 2.2 എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ 0.94 ആണ് ഡിവൈഡഡ് ബൈ 1 ആണ്. സോ 0.94 ആണ് വരുന്നത് എഫക്റ്റീവ്ലി. മനസ്സിലാവുന്നോ? ഇവിടെയും 0.94 ആയിരിക്കും വരുന്നത് കറണ്ട്. സോ I1ഉം I2 അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ക്ലിയർ? സോ ഇവിടെ നിങ്ങൾക്ക് V1 കിട്ടി, V2 കിട്ടി, എഫക്റ്റീവ് വോൾട്ടേജ് അറിയാം. I1 കിട്ടി, I2 കിട്ടി. എഫക്റ്റീവായി രണ്ടും കൂടെ എടുത്ത് കൂട്ടി വെക്കരുത്. എഫക്റ്റീവായി കണ്ടുപിടിക്കാൻ V/R തന്നെ ചെയ്യണം. സോ എഫക്റ്റീവ് വോൾട്ടേജ് എത്രയാണോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. സോ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 2 റെസിസ്റ്റൻസ് കൂടെ കൂട്ടി കൊടുക്കണം. സോ ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ സീരീസ് ആയിട്ട് ഇത് നമുക്കറിയാം. നോർമലി ഇവന്മാരുടെ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 2.2 ഉണ്ട്. ഒരാളെന്ന് പറയുന്നത് 1 ആണ്. ഒരാൾ 2.2 ഓം ആണ്, ഒരാൾ 1 ഓം ആണ്. ഇനി അവന്മാർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവന്മാരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. അതായത് 2.2 പ്ലസ് 1 3.2 ഓം ആണ്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് പോകുന്നത്. സോ പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓർ അനദർ മെത്തേഡ് ഉണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ. അനദർ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. നമ്മളിതാ ഈ ബോക്സുകൾ ഫില്ല് ചെയ്തിട്ടില്ല. ഈ ബോക്സും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. സോ എഫക്റ്റീവ് വോൾട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് നിലവിൽ എനിക്കറിയില്ല, ബട്ട് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എനിക്കറിയാം. സോ 3 വോൾട്ടേജ് ആണ് ഇവിടെ ഉള്ളത്. റെസിസ്റ്റൻസ് 2.2 ആണ്. സോ I1 എന്ന് പറയുന്നത് V1/R1 അല്ലേ? സോ V1 എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. സോ 3 ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്നത് 2.2 അല്ലേ? ശരിയല്ലേ? സോ 3 ഡിവൈഡ് ബൈ 2.2 അതായത് 1.36 ആണ് ഇവൻ്റെ കറണ്ട് എന്ന് പറയുന്നത്. എല്ലാം കൂടെ എഴുതാൻ ഒക്കുന്നില്ല. ബ്ലാക്ക് വെച്ച് എഴുതാം. 1.36 ആണ് ഇവിടുത്തെ I1 എന്ന് പറയുന്നത്. ഓക്കെ. I2 എന്ന് പറയുന്നത് V2/R2 ആണ്. V2ഉം 3 വോൾട്ടേജ് തന്നെയാണ് വ്യത്യാസം. ഓക്കെ. ഡിവൈഡ് ബൈ R2 എത്ര? R2 എന്ന് പറയുന്നത് 1 ആണ്, അതായത് 3. മനസ്സിലാവുന്നോ? സോ 3 ആണ് ഇവിടുത്തെ കറണ്ട്, 1.36 ആണ് ഇവിടുത്തെ കറണ്ട്. സോ എഫക്റ്റീവ്ലി കറണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ 1.36, ഇവിടെ 3 ആംപിയർ ആണ് കറണ്ട്. ഓക്കെ. സോ എഫക്റ്റീവ്, സോ കറണ്ട് I1 ഉണ്ട്, കറണ്ട് I2 ഉണ്ട്. ഇനി ഈ സർക്യൂട്ടിനകത്ത് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്തോ ചെയ്യാം? ടോട്ടൽ വോൾട്ടേജിനെ ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഈ സർക്യൂട്ടിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കറണ്ടും കൂടെ അങ്ങ് കൂട്ടി കൊടുക്കാം. കാര്യം പാരലലായിട്ട് വരുമ്പോൾ രണ്ടിലും കറണ്ടുണ്ട്. ഈ രണ്ടിലും പാസ് ചെയ്യുന്ന കറണ്ടാണ് എഫക്റ്റീവ് കറണ്ട്. സീരീസ് ആയിട്ട് വരുമ്പോൾ കറണ്ട് രണ്ടിലും സെയിം ആണ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? സീരീസ് ആയിട്ട് വരുമ്പോൾ ഇതിനകത്തെ കറണ്ടും സെയിം ആണ്. സർക്യൂട്ടിൻ്റെ ടോട്ടൽ കറണ്ട് സെയിം ആണ്. പാരലലായിട്ട് വരുമ്പോൾ ഈ റെസിസ്റ്ററിനകത്തൂടെ പോകുന്ന കറണ്ട് പ്ലസ് ഈ റെസിസ്റ്ററിനകത്തൂടെ പോകുന്ന കറണ്ട് ടോട്ടലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കറണ്ട് ഓഫ് ദ സർക്യൂട്ട് കിട്ടും. സോ എഫക്റ്റീവ് കറണ്ട് കണ്ടുപിടിക്കാൻ I1 പ്ലസ് I2 നിങ്ങൾക്ക് ഇവിടെ ചെയ്യണം. ദാറ്റ് മീൻസ് 3 പ്ലസ് 1.36 ദാറ്റ് ഈസ് 4.36. ക്ലിയർ? സോ ഇതെല്ലാം ആംബിയർ ആണ്. ആംബിയർ. ഫൈൻ. സോ ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എനിക്ക്
ആർ കണ്ടുപിടിക്കാൻ വി ബൈ ഐ ചെയ്താൽ മതി, വി ബൈ ഐ ചെയ്താൽ മതി. ഇവിടുത്തെ വോൾട്ടേജ് 3 ആണെന്നറിയാം, പ്ലസ് ഐ എന്ന് പറയുന്നത് 4.36 ആണെന്ന് എനിക്കറിയാം. ശരിയല്ലേ? സോ 3/4.36 3/4.36 അതായത് 0.688 or 69 ഓം ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ എനിക്കിത് ഈ ഇക്വേഷനിലൂടെ കണ്ടെത്താൻ പറ്റും. 1/R ഈസ് ഈക്വൽ ടു 1/R1 1/2.2 പ്ലസ് 1/1 1/1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഫൈൻ. സോ ഇത് നിങ്ങൾക്ക് 2.2 1 പ്ലസ് 2.2 3.2 1/R എന്ന് പറയുന്നത് 3.2/2.2 ആണ്. ഓർ ആർ എന്ന് പറയുന്നത് 2.2 ഡിവൈഡഡ് ബൈ 3.2 ചെയ്താൽ മതി. ഇതിൻ്റെ റെസിപ്രോക്കൽ ആർ ഈസ് ഈക്വൽ ടു 2.2/3.2 ആണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് 0.69 തന്നെ കിട്ടും. ക്ലിയർ? സോ ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ആണെങ്കിൽ ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് R2 ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് 3.2 വന്നപ്പോൾ ഇവിടെ 0.69 ആവുന്നത്. സോ എഫക്റ്റീവ്ലി ഇവിടെ എന്തോ സംഭവിച്ചേ? റെസിസ്റ്റൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ടുഗദർ ആക്ച്വലി ഇൻക്രീസ്ഡ്. സോ റെസിസ്റ്റൻസ് ഇൻക്രീസ്ഡ്. ഇവിടെ റെസിസ്റ്റൻസ് റെഡ്യൂസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ഫൈൻ. ഇനി നിങ്ങൾക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2.06 എഴുതാം, ഇവിടെ 0.94 എഴുതാം, 0.94 എഴുതാം. ബാക്കിയെല്ലാം കറക്റ്റാണ്. 3 വോൾട്ട് ഓക്കെയാണ്, 3 വോൾട്ട് ഓക്കെയാണ്, 3 വോൾട്ട് ഓക്കെയാണ്. ഇവിടെ എഫക്റ്റീവ് 3 വോൾട്ട് കറക്റ്റാണ്. ഇവിടെ 0.94 എഴുതാം, 0.94 എഴുതാം, 0.94 എഴുതാം. ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടലി എനിക്ക് കിട്ടുന്നത് 3.2 ആണ്. ദാറ്റ് ഈസ് ഇൻക്രീസസ്. ഫൈൻ. ഇവിടെ ഓക്കെ ആണ്. ഇവിടെ എത്ര വരുന്നത്? ഇവിടെ 1.36 ആണ് വരുന്നത്. 1.36 ആണ് വരുന്നത്. ഇവിടെ എത്ര വരുന്നത്? ഇവിടെ 3 ആംബിയർ ആണ് വരുന്നത്. 3 വോൾട്ടേജ് അല്ല, 3 ആംബിയർ ആണ് വരുന്നത്. ഇതെല്ലാം ആംബിയർ ആ, കാര്യം കറണ്ട് ആണ്. ഇവിടെ വരുന്നത് 4.36 ആണ്. സോ 4.36 ക്ലിയർ? സോ ഇവിടെ നിങ്ങൾക്ക് 6.9 എഴുതാം. ഡിക്രീസർ ഒന്നും എഴുതിയിട്ട് പോകാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ വി ആർ മൂവിങ് ടു നെക്സ്റ്റ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അനലൈസ്, ടിക്ക് മാർക്ക് മാത്രം കൊടുത്താൽ മതി. മോഡ് ഓഫ് കണക്ഷൻ ഇവിടെ സീരീസ് ആണ്, ഇവിടെ പാരലൽ ആണ്. സോ ഇവിടെ സീരീസ് ആണ്, ഇവിടെ പാരലൽ ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓൾവൈസ് ഇൻക്രീസസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓൾവൈസ് ഇൻക്രീസസ് ഇൻ ദാറ്റ്. സോ പാരലലായിട്ട് കൊടുക്കുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓൾവൈസ് ഡിക്രീസസ്. ഇവിടെ ഇൻക്രീസ് ആവും, ഇവിടെ ഡിക്രീസ് ആവും. ഇനി വോൾട്ടേജ് ഒബ്റ്റെയിൻഡ് ഇൻ ഈച്ച് റെസിസ്റ്റൻസ്. സോ സീരീസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ കറണ്ട് സെയിം ആയിരിക്കും. സോ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. ഇനി പാരലലായിട്ടാണോ കൊടുക്കുന്നതെങ്കിലോ വോൾട്ടേജ് സെയിം ആണ്. കറണ്ടോ സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ കറണ്ട് സെയിം ആണ് സീരീസിൽ, പാരലലായിട്ട് കൊടുക്കുമ്പോൾ കറണ്ട് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് എഫക്റ്റീവ് കറണ്ട് പിടിക്കാൻ നമ്മൾ രണ്ടും കൂടെ കൂട്ടിക്കൊടുത്തത്. ക്ലിയർ? ഇനി ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട്. സീരീസ് കണക്ഷൻ. വെൻ എ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ബൈ കണക്ടിങ് ദ റെസിസ്റ്റേഴ്സ് വൺ ആഫ്റ്റർ ദ അതർ, ഇറ്റ് ഈസ് കാൾഡ് സീരീസ് കണക്ഷൻ. When the resistors are connected like this, R1, R2, so effective resistance always increase. Yes, we know that. When resistors are connected in series, potential difference get divided. So series lambo potential difference divide cheyappadum. So V is equal to V1 plus V2 ആണ്. The current through each resistor will be same. That's also we know. The current through each resistor will be same. V1 is equal to I R1 ആണ്.
V2 is equal to IR2 ആണ്. കറണ്ട് സെയിം ആണ്, അതുകൊണ്ട് I1 I2 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. സോ I എന്ന് കൊടുത്താൽ മതി. പക്ഷേ റെസിസ്റ്റർ ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. ഇൻ എ സീരീസ് സർക്യൂട്ട് the voltage across the higher resistance will be greater. In a series circuit, the voltage across higher resistance will be greater. True അല്ലേ? നമ്മൾ ആൾറെഡി കണ്ടു. സോ ഹയർ റെസിസ്റ്റൻസിനകത്തുള്ളതിനകത്ത് വോൾട്ടേജ് കൂടുതലായിരിക്കും. കറണ്ട് രണ്ടിലും സെയിം ആണ്, വോൾട്ടേജ് കൂടുതലായിരിക്കും. സോ ഇൻ എ സീരീസ് സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ഹയർ റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ. So according to Ohm's law, V is equal to IR. Here R indicate the effective resistance. So V is equal to IR അല്ലേ? അതിനകത്ത് I കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R അല്ലേ? അതാണ് ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. എന്തുവാ? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കുമ്പോൾ വോൾട്ടേജ് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ വോൾട്ടേജ് കുറവായിരിക്കും. നോർമൽ തിങ്കിങ് ഉള്ളു. ഇനി ഇവിടെ V is equal to IR ൽ നിന്നും R ഇൻഡിക്കേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഹെൻസ് IR is equal to IR1 plus IR2. മനസ്സിലാവുന്നോ? IR കറണ്ട് സെയിം ആണ്. IR1 plus R2. IR1 plus R2. I ക്യാൻസൽ ചെയ്തു. ഇവരൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. R is equal to R1 plus R2. നിങ്ങൾ അത് മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 plus R2. ആൾറെഡി ഞാൻ ആ ടേബിൾ സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു. Okay, R is equal to R1 plus R2. So effective resistance is the sum of the resistance of all the resistors when they are connected in series. Series ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷനകത്തുള്ള ആ സർക്യൂട്ടിനകത്തുള്ള എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് കൂട്ടി വെക്കുന്നതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. If the resistors are of the same value, then the effective resistance can be obtained by multiplying the resistance of a resistor with the number of resistor. അതായത് 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഓരോന്നിനും 2 ഓം ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് നിങ്ങൾക്ക് 5 × 2 10 എന്ന് എഴുതാം. അതായത് 2 + 2 + 2 + 2 + 2 + 2 അതാണ് 5 × 2. ഇനി പാരലൽ കണക്ഷൻ്റെ ഇക്വേഷനാണ് അവർ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പാരലൽ കണക്ഷൻ നമുക്കറിയാം, R1 R2 I വരുന്നുണ്ട്, I പുറത്തിറങ്ങിപ്പോവും. പക്ഷേ I രണ്ടായിട്ട് മാറും, I1 I2. ആൾറെഡി നമ്മൾ കണ്ട കൺസെപ്റ്റാണ്. രണ്ടും വ്യത്യസ്തമായ കറണ്ട് ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ദ കറണ്ട് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട് ബൈ ഗെറ്റിംഗ് ഡിവൈഡഡ് ഇൻ ടു ഈച്ച് ബ്രാഞ്ച് സിൻസ് ദ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ ദ പാരലൽ. The total current in the circuit is the sum of the current through the branches, that is I is equal to I1 plus I2. Since R is the effective resistance by Ohm's law, ഐക്ക് പകരം V/R കൊടുത്തു, I1 പകരം V/R1 V/R2. സോ അതിൽ നിന്ന് V എല്ലാം ക്യാൻസൽ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ വരും. 1/R is equal to 1/R1 plus 1/R2. നിങ്ങളിത് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ആൾറെഡി കണ്ടു, അത് ഈസിയായി സോൾവ് ചെയ്യാമെന്ന്. ഇത് പിന്നെ സൊല്യൂഷനായി എഴുതിയിരിക്കുന്നത്. R എന്ന് പറയുന്നത് R1 R2/R1 plus R2. ഓക്കെ. If the resistors of the same value are connected in parallel, സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആണ്. R/N ആണെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നോ? Where N is the number of resistors and R is the resistance of one resistor. അതായത് 2 ഓം ഉള്ള 5 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, 5 എണ്ണം ഉണ്ടെങ്കിൽ, സോ 2 ഡിവൈഡ് ബൈ, അതായത് ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണോ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്, 5. ഇതാണ് ആക്ച്വലി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? പാരലലായിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ R1/R2 plus R1 plus R2 എന്ന് കൊടുക്കണം. ക്ലിയർ? ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് കിട്ടും. ഫോർ എക്സാമ്പിൾ R1ഉം R2ഉം സെയിം ആണെങ്കിലോ, R × R R² വരും, ഡിവൈഡ് ബൈ R plus R എന്ന് പറയുന്നത് 2R വരും. ഒരു ആറും പോയി. സോ R/2 എന്ന് വന്നില്ലേ? അതായത് R ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, R എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. 2 റെസിസ്റ്റർ ഉപയോഗിച്ച് അതാണ് R/2. സോ ഒരു പാരലലായിട്ടൊരു സർക്യൂട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. R/N ഓർത്ത് വെച്ചിരിക്കുക. ഒരിക്കലും മിസ്റ്റേക്ക് ചെയ്യരുത്. കാര്യം റെസിസ്റ്റൻസ് പലതാണെങ്കിൽ പലത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റർ ഇൻ സീരീസ്, റെസിസ്റ്റർ ഇൻ പാരലൽ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാനാണ് തോന്നുന്നു. നോക്കാം. റെസിസ്റ്റർ ഇൻ സീരീസ്, റെസിസ്റ്റർ ഇൻ പാരലൽ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻ സീരീസ്. ഇവിടെ നിങ്ങൾ എന്തോ എഴുതും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. The current through each resistor is different. It get divided as per the value of the resistor. ഇവിടെ നിങ്ങൾ എഴുതും the current through each resistor is same. ഇവിടെ നിങ്ങൾ എഴുതും the current through each resistor is same. The potential difference across each resistor is different. It gets divided as per the value of resistance. ഇവിടെ the potential difference across each resistor is equal അല്ലെങ്കിൽ same എന്ന് നിങ്ങൾ എഴുതാം. Each resistor can be controlled by using separate switches. പാരലലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പാരലലിന് നിങ്ങൾ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഓണും ഓഫും ചെയ്യാം, ഇവിടെ ഒരു സ്വിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഓണും ഓഫും ചെയ്യാം. സോ പാരലലിനകത്ത് ഓരോന്നിനെ നിങ്ങൾക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളൊരു സ്വിച്ച് കൊടുത്താൽ ഓൺ ആക്കിയാൽ എല്ലാം ഓൺ, ഓഫ് ആക്കിയാൽ എല്ലാം ഓഫ്. ഇവിടെ നിങ്ങളൊരു സ്വിച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ഇത് ഓഫ് ആക്കിയാൽ ഇത് മാത്രമല്ല ഓഫ് ആവുന്നത്, ഇതും ഓഫ് ആകും. നേരത്തെ നമ്മൾ കണ്ടായിരുന്ന ഒരു ബൾബ് റിമൂവ് ചെയ്താൽ എന്തോ പറ്റുമെന്ന്, അതിൽ നിന്നുള്ള പോയിൻ്റാണത്. സോ ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ് ഇൻ പാരലൽ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കറണ്ട് കൊടുത്തിരിക്കുന്നത് പാരലൽ കണക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സർക്യൂട്ട്, മനസ്സിലാവുന്നത്. പക്ഷേ മീറ്റർ ബോർഡിൻ്റെ അവിടെ എത്തുമ്പോൾ അത് സീരീസ് ആവും. സോ ഇത് പാരലൽ കൊടുത്തിരുത്താൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഈച്ച് റെസിസ്റ്റേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ്. സോ കനോട്ട് ബി കൺട്രോൾഡ് ബൈ separate switches. Cannot be controlled by separate switches. Okay, മനസ്സിലായോ? ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm 2 ohm? വായിച്ച് നോക്കാം. അത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ആൻഡ് യൂസസ് കൊടുത്തിട്ടുണ്ട്. ചില പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഇൻകാൻസെൻ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പാർട്ട് ഓഫ് LED ബൾബ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചാപ്റ്റർ ഒരു ക്ലാസ്സും കൂടെ എടുക്കാൻ വേണ്ടിയുണ്ട്. അത് കഴിഞ്ഞാൽ എക്സസൈസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.